നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് CPI ആണ്. എല്ലാ സമയത്തും പ്രായോഗികത പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന് മുഴുവൻ അടിയറ വെക്കാം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ RSSന്റെ ഉദ്ദേശം ഈ പാഠ്യപദ്ധതിയിലൂടെ കടന്നു കയറുക എന്നാണ്. അത് ഞങ്ങൾ അടിയറ വെക്കുന്നു എന്ന നിലപാടെടുക്കുന്നുണ്ടോ? അതറിയേണ്ടതുണ്ട്. RSSന്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കഴിയുമോ? PM ശ്രീയും SSKയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഇവിടെ BJP തന്നെയാണ്. അത് ഒന്നിച്ച് നടപ്പാക്കുള്ളൂ എന്ന് പറയുന്നത് BJP തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ നടപ്പാക്കുന്നത്. അതെ, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഷോക്കേസ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ CPI എതിർപ്പ് പറഞ്ഞല്ലോ. ഈ NEP ആദ്യമായിട്ട് നടപ്പിലാക്കിയ വകുപ്പ് ഈ CPI മന്ത്രിയുടെ വകുപ്പിലല്ലേ? അതെനിക്കറിയില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം. ഒരു മിനിറ്റ് NEPക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് അങ്ങനെയാണെങ്കിൽ ഭാഗമായ ഏത് കാര്യമാണ് പാഠ്യപദ്ധതിയിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ദീക്ഷാരംഭ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട്, ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാലയ്ക്ക് കൊണ്ടുവന്നു. ദീക്ഷാരംഭ് NEPയുടെ ഭാഗമാണ്. NEPയുടെ ഭാഗമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയൂ. ദീക്ഷാരംഭ് എന്നുള്ള പ്രയോഗം ആ ഇൻഡക്ഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടൈറ്റിൽ ചേഞ്ച് തന്നെ വന്നിരിക്കുന്നു. ശരി, ആ ടൈറ്റിൽ ചേഞ്ചിൽ എന്താണ് കാര്യങ്ങൾ വരുന്നത്? ആ ടൈറ്റിൽ ചേഞ്ച് ഇൻഡക്ഷന്റെ ഭാഗമായിട്ട് 4 years കോഴ്സ് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവിടേക്ക് കൊണ്ടുവന്നു. ആ സ്ട്രക്ചറിങ് നടപ്പിലാക്കി കഴിഞ്ഞു കാർഷിക സർവകലാശാല. അങ്ങനെയെങ്കിൽ അതല്ലേ കാർഷിക വകുപ്പ് മന്ത്രി നമ്മൾ ചോദിച്ചത്. അപ്പൊ അത് നടപ്പിലാക്കി. പക്ഷെ അതൊന്നും കാര്യമായ കാര്യമല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വിസിറ്റേഴ്സ് വൈസ് ചാൻസലർ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരെ മറ്റു മേഖലകളിൽ നിന്ന് പ്രാക്ടീസിംഗ് പ്രൊഫസേഴ്സിനെ വിളിക്കാനായിട്ട് തീരുമാനമായി. മറ്റു മേഖലകളിൽ ചെറുവേൽ ഡാമിനെ തീരുമാനിച്ചു. സർവകലാശാലയിൽ മറ്റൊരു സർവകലാശാലയിലും NEPയുടെ ഭാഗമായിട്ട് മറ്റു പ്രൊഫഷനുകളിൽ നിന്ന് ഒരാളെ പരിചയസമ്പന്നത ഇല്ലാതെ പ്രൊഫസറായി തീരുമാനിച്ചിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ കണ്ടിട്ടില്ല. നാടൻ പാട്ട് പാടുന്ന ആളുകളെ. പക്ഷേ NEPയുടെ ഭാഗമായ ഒരു കാര്യം സ്വന്തം വകുപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഒരു CPI മന്ത്രിയാണ്. NEPയുടെ ഭാഗമായി പാഠ്യപദ്ധതിയിലേക്ക് എങ്ങനെയാണ് RSS കടന്നു കയറുന്നത് എന്നുള്ളതാണ്. ഇത് ഇപ്പൊ RSSന്റെ കാര്യമാണോ? പാഠ്യപദ്ധതി ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ CPIയുടെ പക്ഷം പറയുകയല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള നിലപാടല്ല. CPM അതല്ല പറയുന്നത്. CPM പറയുന്നത് എന്താണ്? ഇത് ഒപ്പിട്ടാലേ അത് കിട്ടുകയുള്ളൂ അതല്ലേ പറയുന്നത്. CPM പറയുന്നത് ഒപ്പിട്ടാലേ SSK ഫണ്ട് കിട്ടുകയുള്ളതാണ് പറയുന്നത്. ഇതാണ് CPM പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ CPI നിലപാട് അങ്ങനെ പറയുമ്പോൾ ഇടത് നിലപാടുള്ളവർ പരസ്യമായി ഇത്തരം വിമർശനങ്ങളിലേക്ക് വരുമ്പോൾ CPM പറയാലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല? മുന്നണിയിലുള്ള ഇനി എന്തിനാണ് കത്തയച്ചത്? വ്യക്തതയുണ്ടെങ്കിൽ എന്തിനാണ് കത്തയച്ചത്? പറയാൻ തുനിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. ആ മര്യാദ രണ്ടു കൂട്ടരും കാണിച്ചിട്ടില്ല. അല്ല, CPI മാത്രമാണ് ഈ വിഷയത്തിൽ വിശാലമായി. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ വിഷയം ഇത്രയധികം സങ്കീർണമായത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താ വിഷയം? സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാക്കി മാറ്റിയത് 1976. അന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന. അന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത് CPI കൂടി ചേർന്നിട്ടുള്ള മന്ത്രിസഭയാണ്. എന്തായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ CPIയുടെ നയം? അല്ല, അന്ന് BJP ഉണ്ടോ? എന്തു വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സ്റ്റേറ്റിന്റെ അവകാശം അന്ന് BJP എന്താ വിഷയം? സ്റ്റേറ്റിന്റെ അവകാശമല്ലേ വിദ്യാഭ്യാസം? കേൾക്കൂ, അന്ന് അത് കൺകറന്റ് ലിസ്റ്റിൽ പോയില്ലായിരുന്നെങ്കിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ആ വിഷയം കിടന്നിരുന്നെങ്കിൽ, ഇന്ന് വിദ്യാഭ്യാസം സ്റ്റേറ്റ് വിഷയമായിട്ട് വന്നിരുന്നെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട നിലപാടിലാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതാണ് പ്രശ്നം. എന്തിനാണ് വിദ്യാഭ്യാസ നയത്തെ എതിർത്തത്? ഉണ്ടല്ലോ ഈ വിഷയങ്ങളിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും. CPIഎമ്മിന് കേരളത്തിൽ മാത്രമായിട്ടൊരു നയമില്ല. CPM എടുക്കുന്ന നിലപാട് ദേശീയ നയമാണ്. നോക്കൂ, SSAയുടെ ഭാഗമായിട്ടോ NEPയുടെ ഭാഗമായിട്ടോ ഇന്ത്യയിൽ ഒരു നയം കൊണ്ടുവരുമ്പോൾ കേരളത്തിന് വേണമെങ്കിൽ പൊരുതി നിൽക്കാം. എങ്ങനെ പൊരുതി നിൽക്കും? ഇപ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കരിക്കുലം തീരുമാനിക്കുന്നത് NEP തന്നെ എഴുതി വെച്ചിട്ടുള്ള സ്റ്റേറ്റ് ആവാം. അത് കേരളത്തിൽ ഒരിക്കലും RSSന്റെ സിലബസിന്റെ ഭാഗം വരില്ല. അത് നമുക്ക് ഉറപ്പാണ്. അത് കോൺഗ്രസ് ഭരിച്ചാലും ശരി, BJP അധികാരത്തിൽ വരാത്തിടത്തോളം കാലം. അങ്ങനെയാണോ ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലെ കാര്യം? അവിടെ സ്റ്റേറ്റ് സിലബസിൽ എന്ത് കടന്നു വരും? RSSന്റെ ആശയങ്ങൾ കടന്നു വരും. നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഗതികേടാണ്. CPM ആ പാർട്ടി കോൺഗ്രസ് എഴുതി വെച്ചതിന്റെ കാര്യം എന്താ? ഇപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെയും വാഗ്ഭടാനന്ദനെയും പഠിപ്പിക്കാം. പക്ഷേ നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോകുമ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഗോൾവാൾക്കറിനെയും ഈ പറയുന്ന പ്രമേയം കേരളത്തിൽ
ഇല്ല. ദേശീയമായിട്ട് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ NEP കൊണ്ടുവരുന്ന സ്ട്രക്ചറിംഗ് എന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട്. അതിലൊരു ഘടകമാണ് RSSന്റേത്. രണ്ടാമത്തത് അതിലെ എക്സിറ്റ് സമ്പ്രദായം, അതിലെ ഈ വിദ്യാർത്ഥികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എതിരായിട്ട് നിൽക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ എതിരായിട്ടുണ്ട്. അതൊക്കെ വിശാലമായ അർത്ഥത്തിൽ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇവിടെ 30%. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സ്മൃതിയുടെ അറിവിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 30% ഈ NEP നടപ്പിലാക്കി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത്. ഉച്ചധാര അഭിയാൻ എന്ന് പറഞ്ഞത് 4 വർഷത്തെ കോഴ്സ് വന്നു കഴിഞ്ഞു. NEPയുടെ ഭാഗം എന്താ CPI എതിർക്കാഞ്ഞത്? അപ്പൊ CPI എന്താ നടപ്പാക്കിയത്? CPI നടപ്പിലാക്കിയത് വേറെ നിവൃത്തിയില്ല. റൂസയുടെ ഫണ്ട് കിട്ടണം. മൂന്നാമത്തതാ റൂസയുടെ ഫണ്ടില്ലാതെ സർവകലാശാലയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നോട്ട് യു ഇന്റർനാഷണൽ കോൺഗ്രസും CPIയും ചേർന്ന് 1976 അത് സ്റ്റേറ്റ് ലിസ്റ്റ് മാറ്റിയതാണ് എല്ലാത്തിനും പ്രശ്നം. അതാണ് അടിസ്ഥാനപരമായി ഇനി 76ലേക്ക് പോവാം. നോക്കൂ, പറയുമ്പോൾ നമ്മളെല്ലാം ആരാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസത്തെ മാറ്റിയത്? RSS ഇവിടെ പിടിമുറുക്കുമ്പോൾ RSSന്റെ നയങ്ങൾ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെറുപ്പത്തിലെ പിടികൂടുക എന്ന കാര്യം വരുമ്പോൾ അതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കൊരു നിലപാടുണ്ട്. നിങ്ങൾ ആ നിലപാട് ഘോരം പ്രസംഗിച്ചതാണ്. ഇപ്പോൾ ഫണ്ട് കിട്ടാതെ എന്ത് ചെയ്യാനെന്ന് കൈമറത്തുമ്പോൾ ആ ചോദ്യം ഉണ്ടാകും. ചെറിയ ഫണ്ടല്ല, 970 എങ്ങനെ കൈമലർത്തുക? ഇപ്പൊ വന്നിരിക്കുന്ന സിലബസിന്റെ പരിഷ്കരണം നോക്കൂ. ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലേക്കുള്ള സ്കൂളുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരിടത്ത് ഈ NEPയുടെ ഭാഗമായിട്ടുള്ള പാഠപുസ്തകത്തിന്റെ ഏതെങ്കിലും കണ്ടന്റ് വന്നോ? ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ SCERT നടപ്പിലാക്കുന്ന ഈ സ്കൂൾ സിലബസിന്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എവിടെ? ഗാന്ധിവധവും മുഗൾ വധവും ഒഴിവാക്കിയപ്പോൾ നമ്മൾ പ്രത്യേകം പാഠപുസ്തകത്തിൽ അച്ചടിച്ച് ചേർത്തു. ആ ഒറ്റ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തത് ഏറ്റവും ഒടുവിൽ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് എല്ലാവരും ഘോര സംസാരിച്ചപ്പോൾ അത് വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്ന് കരുതി പ്രത്യേകം പാഠപുസ്തകത്തിൽ കൂട്ടിച്ചേർത്ത സംസ്ഥാനവും കേരളമാണ്. അങ്ങനെ ചിന്തിക്കുന്ന കേരളത്തിൽ NEP നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും RSSന്റെ അജണ്ട കടന്നു വരില്ല. പക്ഷേ കേരളത്തിന്റെ അവസ്ഥയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ. കുഴപ്പമില്ലാന്ന് മന്ത്രി പറഞ്ഞെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലാന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അതിൽ ഈ ഭാഗത്തിനാണ് കുഴപ്പം, ആ ഭാഗത്തിന് കുഴപ്പം പറയും. ഇവിടെ ആണവ കരാറിന്റെ പേരിൽ പുറത്തുനിന്നുള്ള പിന്തുണ വരെ പിൻവലിച്ച പാർട്ടിയാണ്. അങ്ങനെ നിലപാടിനായിരുന്ന ഒരു പാർട്ടിയാണിത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഒരു നിലപാടിന്റെ ഭാഗമായി സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച പാർട്ടിയാണ് പ്രകാശ് കാരാട്ടിന്റെ സമയത്ത്. ഒരു മുന്നണിക്ക് ഒരു നിലപാട് വേണ്ടേ? അല്ല, അതൊരു മുന്നണിയല്ലേ? പാർട്ടിയുടെ നിലപാട് നിലപാട് എന്താണുള്ളത് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. അതാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ CPIക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതാ ചോദിച്ചത്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഈ വിഷയത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സ്വാധീനം ഇല്ലാതിരിക്കാൻ, കേന്ദ്ര നിയമത്തിന് പ്രാബല്യം കിട്ടാതിരിക്കാൻ വേണ്ടി അന്ന് കൺകറന്റ് ലിസ്റ്റിലല്ല സ്റ്റേറ്റ് ലിസ്റ്റ് ഈ വിഷയം കിടക്കണമായിരുന്നു. എന്താ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ CPIയുടെ ഒരു കാര്യമില്ലാത്ത പ്രതിഷേധത്തിൽ സമ്മതം മൂളിക്കൊണ്ട് കത്തയച്ചിരിക്കുന്നു. ശരി, സമ്മതിച്ചു. അല്ല, അതാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. ശരി, അതെ, കത്തയച്ച് കഴിഞ്ഞിട്ട് വന്ന വലിയ ആവേശത്തിൽ ഇടതു മുന്നണിയുടെ വിജയമാണ്. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബിനോവിഷം അതോടെ പ്രസംഗമൊന്നും നടത്തിയിട്ടൊന്നും ബിനോവിഷത്തിന് മയക്ക് വെച്ചപ്പോഴാണ് CPIയുടെ വിജയം പറഞ്ഞില്ല. CPIയുടെ വിജയം എന്ന് പറഞ്ഞില്ല. CPIയുടെ വിജയം എന്ന് പറഞ്ഞില്ല. ഇടതു നയത്തിനാണ് പൊള്ളുന്നത്. ഇതുകൊണ്ടാണ് അതിനകത്ത് വസ്തുത വേണം, രാഷ്ട്രീയമായ സത്യസന്ധത വേണം. അതാണ് ആരെ പഠിപ്പിക്കും. ഇതിന് അവസരം ആർക്ക് കൊടുത്തു? കെ സുരേന്ദ്രൻ അവസരം കൊണ്ട് കൊടുത്തു. അവസരം കൊണ്ട് കൊടുത്തു. ഇവിടെ കാവിപ്പണം വേണോ വേണ്ടോ തീരുമാനിക്കണം. കാവിപ്പണമാണോ ഇന്ത്യൻ കറൻസി? വിദ്യാലയങ്ങൾ കൊടുക്കേണ്ട പാവപ്പെട്ടവരുടെ പൈസയാണെന്ന്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. വലിയ ആവേശത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താ ഈ NEP അന്ന് നടപ്പിലാക്കിയത്? നമ്മളൊന്ന് ചർച്ച ചെയ്താണല്ലോ. എന്താ രാഷ്ട്രീയ സത്യസന്ധത സ്മൃതിയെ കുറിച്ചല്ല. ഇടതു നയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലല്ല, അത് കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിനെയും കൂടി ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ കൂട്ടിയേ പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. ഇതിന് സാഹചര്യം ഒരുക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ കോൺഗ്രസ് സർക്കാരാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് വിഷയം മാറ്റിയത്. അത് മാറ്റിയതിൽ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് പിടിമുറുക്കാൻ പറ്റുന്നത്. ശരി, അതുകൊണ്ട് വിദ്യാഭ്യാസ നയം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് കൊണ്ട് അന്നേ ദീർഘദൃഷ്ടിയോടെ കാണണമായിരുന്നു. RSS ശക്തമാകും. RSSന്റെ 100ാം വാർഷികം ആകുമ്പോഴേക്കും പാഠ്യപദ്ധതിയിലേക്ക് മുഴുവൻ RSSന്റെ ക്രിസ്തുദൃഷ്ടിയാണ് എന്ന് സമ്മതിച്ചാൽ മതി സ്മൃതി. അതിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് സത്യസന്ധത വേണം. 3 ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ഇരട്ടത്താപ്പല്ലേ കോൺഗ്രസിന്? എന്താ പറഞ്ഞത്? KC വേണുഗോപാൽ കർണാടകയിൽ BJP ഒപ്പിട്ടതെന്ന്. അങ്ങനെയാണോ? 2022 സെപ്റ്റംബറിലല്ലേ ഒപ്പിട്ടത്? അതിനുശേഷം തെലങ്കാനയിൽ 741 സ്കൂളുകളിൽ അത് തുടർന്നില്ലേ?
രണ്ടാമത്തേത് വലിയ ആവേശത്തിൽ ഇപ്പോഴും തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ലോ രാജസ്ഥാൻ ഒപ്പിട്ടത് ആദ്യത്തെ ഘട്ടത്തിലല്ലേ രാജസ്ഥാൻ കോൺഗ്രസിന്റെ സർക്കാർ ഒപ്പിട്ടത് 5493 കോടി രൂപ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പറയുന്ന PMC പദ്ധതി ഒപ്പിട്ട് വാങ്ങിയിട്ട് കേരളത്തിൽ വന്ന SSKയുടെ പണം വേണ്ട വാങ്ങരുത് എന്ന് പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമായ സത്യസന്ധതയുള്ളത്? കൺകിലഡ് ലിസ്റ്റിൽ ഈ വിഷയത്തെ കൊണ്ട് കളഞ്ഞ CPIക്ക് ഈ വിഷയത്തിൽ പറയാൻ എന്ത് രാഷ്ട്രീയ വ്യക്തതയുള്ളത്? CPIക്ക് രാഷ്ട്രീയ വ്യക്തതയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CPIയുടെ മറ്റു വകുപ്പുകളിലും അത് കാണിക്കണമായിരുന്നു. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കണമായിരുന്നു. ഇതിപ്പോൾ അനാവശ്യമായ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നേരത്തെ നടപ്പാക്കിയല്ലോ, അന്ന് CPIക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോ ഘട്ടം വരുമ്പോഴും ഇത് നമ്മൾ അങ്ങനെയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് പരിഹസിച്ചിട്ട് കാര്യമില്ല സ്മൃതി. അതാണ് നമ്മുടെ കേരളത്തിന്റെ ദുരവസ്ഥ. ഇത് പൊരുതിയിട്ടില്ല, അതാണ് പ്രശ്നം. ഇത്രയും കാലം നമ്മൾ നമ്മൾ മാത്രം മാറി നിന്നത് തമിഴ്നാട് ഭരണം അവസാനിക്കാനുള്ള 6 മാസത്തിനിടയ്ക്ക് 40 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് 5 ലക്ഷത്തോളം വരുന്ന പെൺകുട്ടികൾ, 40 ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ, അവരുടെ യൂണിഫോമിനും അവരുടെ പഠനാവശ്യത്തിനുമുള്ള പണമാണ് SSK എന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ ആവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെട്ടത്. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പറ്റില്ല. നിലവിൽ 280 കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കൺകിലഡ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ 22% മൊത്തം പദ്ധതികളും കേന്ദ്രം കൈയടക്കി വെക്കുമ്പോൾ അതിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അത് കേന്ദ്രത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അവിടെയാണ് പ്രശ്നം. Meet the editors.